ഗായ്സ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. സിനിമ വേറെ ഏതുമല്ല, നമ്മുടെ ലോക സിനിമയാണ്. ഞാനത് കാണാൻ വേണ്ടിയിട്ട് റിലീസ് മുതൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. അതിലിടയ്ക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് സിനിമ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന സമയത്താണെങ്കിൽ ടിക്കറ്റൊക്കെ കിട്ടുന്നത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലായിട്ടിരുന്ന് കാണുമ്പോൾ നമുക്ക് ഒരു രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ കറക്റ്റ് നമുക്ക് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒബ്രമാളിലാണ് നമുക്ക് സിനിമയുടെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. 4:20 ഷോ. അപ്പോൾ അതിന് മുന്നേ ഒബ്രമാളിൽ എത്തണം. എന്നിട്ട് ആ സിനിമ ഒന്ന് കാണണം. കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഒബ്രമാളിലോട്ട് പോവുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ മൂവിയുടെ സംഭവങ്ങളും വികാസങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. ഇപ്പോൾ ഒബ്രമാളിലോട്ട് പോവാണ്. ഓക്കെ. അപ്പോൾ ബഡീസ് സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എന്താണെന്നുള്ള അറിയില്ല. നോക്കട്ടെ, തിരക്ക് വളരെ കുറവാണ്. നോക്കട്ടെ, സമയമാവുന്നുള്ളൂ. 4:20 4:20 ഷോ തുടങ്ങാൻ പോകുന്നത്. നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്, എന്നിട്ട് പറയാട്ടോ. യെസ്, അങ്ങനെ ഞാൻ സിനിമ കണ്ടു മക്കളെ. ഒരു രക്ഷയല്ല കേട്ടോ. ലോക എന്ന് പറഞ്ഞ സിനിമ ഒരു രക്ഷയല്ല. അത് മിസ്സായി പോയിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേനെ. എന്തായാലും ആ സിനിമ ഇന്നേക്ക് ഇന്ന് എനിക്ക് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ആ പടത്തിന്റെ ആ മേക്കിങ്ങും സൗണ്ട് എഫക്റ്റും അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും, അതിൽ ഓരോ ക്യാരക്ടേഴ്സും. പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ചെന്ന സമയത്ത് ആദ്യം ഒരു തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് കാണും എന്നുള്ളത്. പക്ഷേ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഫുൾ സീറ്റ്, എല്ലാ സീറ്റും ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി പടത്തിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ എന്താണെന്നുള്ളത്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പടം ഒരു രക്ഷയില്ല. കല്യാണി ആണെങ്കിലും നസ്ലിൻ ആണെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. കണ്ടവർക്ക് അറിയാം ഈ സിനിമയിൽ ആരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒരു ഇത് അറിയാൻ പറ്റും. ഞാൻ പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞു. ഞാൻ കുറച്ച് സമയം വൈകിപ്പോയി. അതെനിക്ക് ഭയങ്കര നഷ്ടമുണ്ട്. ഇത്ര ലേറ്റായി പോയി ഈ സിനിമ കണ്ടതിൽ എനിക്ക് വളരെയധികം കുറ്റബോധം തോന്നുന്നു. കാരണം നല്ല ഒരു സിനിമയായിരുന്നു കേട്ടോ. ഒരു ഇംഗ്ലീഷ് മൂവീസൊക്കെ നമ്മൾ കാണില്ലേ, മാർവൽ മൂവീസൊക്കെ. അതായത് മലയാളത്തിൽ ഇങ്ങനെ ഒരു മാർവൽ മൂവീസ് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയല്ല. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ഇതിന്റെ മേക്കിങ്ങും അതേപോലെ ആർട്ട് വർക്കും എല്ലാം. എന്താ പറയുക, ഈ പടത്തിനെ പറ്റിയൊരു നെഗറ്റീവ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. കാരണം അത്രയും രസകരമായിട്ടാണ് ഞാൻ ആ സിനിമ കണ്ട് ആസ്വദിച്ചത്. ഫോണ് നോക്കാൻ പോലും, അതായത് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പോലുള്ള ഒരു ഇത് എനിക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നിയില്ല. കാരണം എന്തെങ്കിലും സിനിമ മിസ്സായി പോവോ എന്നുള്ളൊരു ചിന്തയിൽ ആ സിനിമ മൊത്തം, അതായത് തുടക്കം മുതൽ എൻഡ് വരെ കണ്ടിരിക്കാൻ പറ്റിയ സൂപ്പർ പടം. ഇനി ഈ സിനിമ അതിൽ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോട്ടാ. കാരണം ഇത് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു മാർവൽസ് മൂവീസ് പോലത്തെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളത് OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര നഷ്ടം നമുക്ക് തന്നെ സംഭവിക്കും. അതായത് ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാമായിരുന്നു എന്നുള്ളത്. കാരണം ഇനി ഞാനും നീ പറഞ്ഞ പോലെ പടം റിലീസായിട്ട് ഇന്ന് വരെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് ടിക്കറ്റ് ഫ്രണ്ടിലൊക്കെ ആയ കാരണം കൊണ്ടാണ് ഞാൻ പോവാണ്ടിരുന്നത്. ഞാൻ അവിടെ പോയിട്ട് കാണേണ്ടത് എന്നുള്ള ഒരു ഇതിൽ. പക്ഷേ ഇന്ന് കറക്റ്റ് സീറ്റിങ്ങും കാര്യങ്ങളും കിട്ടി. നല്ല രസമായിട്ട് കണ്ട് ആസ്വദിച്ച്, എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവി. അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വേണമായിരുന്നല്ലോ, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ആ സിനിമ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് പോയൊരു സിനിമ ആയിട്ടല്ലോ ലോക എന്ന് പറഞ്ഞ ഈ സിനിമ. അതുകൊണ്ട് ചിലപ്പം വീണ്ടും ഞാൻ ഈ സിനിമ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും മലയാളത്തിൽ വളരെ രസകരമായിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരാളും മോശം ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അത്ര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരും. ഇനി അതെന്താണെന്നുള്ളത് അറിയത്തില്ല. കാരണം ആ ഒരു രീതിയിൽ സിനിമ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഭാഗം പോലും നെഗ് പറയാൻ പറ്റാത്ത, അതായത് നെഗറ്റീവ് പറയാൻ പറ്റാത്ത രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും ഈ സിനിമ കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാണാൻ വൈകിട്ടുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യണ്ട. പോയി കിട്ടുന്ന സീറ്റ് ഏതാണോ നോക്കിയിട്ട് പോയി കണ്ടോ. നല്ല രസമുള്ള പടമാണ്. കണ്ടവരൊക്കെ എനിക്ക് കമന്റ്സ് അറിയിക്കണം ഈ ലോക എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.